ഇത് കണ്ടോ ഇതുപോലുള്ള കുറെ യൂട്യൂബേഴ്സ് ഉണ്ട് നമ്മുടെ നാട്ടില്. ഇതുപോലുള്ള കുറെ ഇൻഫ്ലുവൻസേഴ്സ് 5000 രൂപ കൊടുത്തോടില്ല ഏതവരെ വീഡിയോ ചെയ്യും. ഡ്യൂപ്ലിക്കേറ്റ് സാധനം മാത്രം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കുറെ കള്ളന്മാര്. ഇതുപോലെ മലയാളി പറ്റുന്നത് ശരിയല്ല. അർജുനാണ്. ഞാൻ ഇന്ന് കോട്ടയത്ത് വിൻസർ കാസിൽ ഹോട്ടലിൽ വരെ വന്ന വേറൊന്നുമല്ല സംഭവം. ഇതാ കണ്ടില്ലേ, നമ്മുടെ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ഈ കോട്ടയത്തെ കുറച്ച് യൂട്യൂബേഴ്സും ഈ ബ്രാൻഡഡ് സാധനങ്ങൾ വമ്പിച്ച വിലക്കുറവിൽ വിൽക്കുന്നെന്ന് കേട്ട് കഴിഞ്ഞാണെങ്കിൽ ആരായാലും ഒന്ന് പോയി നോക്കും അല്ലെ. കൂട്ടത്തിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെ പരസ്യം കൂടി ആയാലോ പിന്നെ പറയും വേണ്ട, ആളുകളുടെ തിക്കും തിരക്കായിരിക്കും. ഇപ്പൊ നമ്മൾ എവിടെ പോയി ഫുഡ് കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് വരെ ഇതേപോലുള്ള വ്ളോഗേഴ്സിന്റെ വീഡിയോസ് കണ്ടിട്ടാണ് അല്ലെ. ഇവരുടെ ഹൈപ്പ് കണ്ട് അവിടെ ചെന്ന് കഴിയുമ്പോഴായിരിക്കും ഹൈപ്പ് കൊടുത്തതിന്റെ പകുതി ക്വാളിറ്റി പോലും ഇല്ലാത്ത ഷോപ്പാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിപ്പോ ഫുഡ് ആണെങ്കിലും വേറെ എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും അങ്ങനെ തന്നെ. നല്ല പൈസ കിട്ടി കഴിഞ്ഞാണെങ്കിൽ പിന്നെ ഈ പറഞ്ഞ സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് വേറെ ഒന്നും അന്വേഷിക്കാത്ത ഒടുക്കത്തെ പോസിറ്റീവ് റിവ്യൂ കൊടുത്ത് അങ്ങ് വീഡിയോ ചെയ്യും. ഇത് കണ്ട് വിശ്വസിച്ച് ചെല്ലുന്ന സാധാരണക്കാർ പറ്റിക്കപ്പെടുകയും ചെയ്യും. ഇതിപ്പോ വന്ന് നമ്മുടെ നാട്ടിൽ ഒരു സ്ഥിരം പരിപാടിയായിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനെയും അടിച്ചാക്ഷേപിക്കല്ലോ കേട്ടോ. ജെനുവിനായി വീഡിയോകൾ ചെയ്യുന്ന ആളുകൾ ഇല്ല എന്നല്ല, പക്ഷെ പൈസ കാണുമ്പോൾ കണ്ണ് മഞ്ഞളിക്കുന്ന ജനങ്ങളോടുള്ള കമ്മിറ്റ്മെന്റിനെ മറക്കുന്നവരായിരിക്കും അധികവും എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം തന്നെ എടുത്തു നോക്കിയാൽ മനസ്സിലാക്കും. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ എന്ന് പരസ്യം ചെയ്ത് ജനങ്ങളെ പറ്റിക്കുന്നതാണ് സംഭവം. കോട്ടയത്താണ് ഈ സംഭവം നടക്കുന്നത്. അവിടെ വിൻസർ കാസിൽ എന്ന പേരിൽ ഒരു ലക്ഷറി ഹോട്ടൽ ഉണ്ട്. ആ ഹോട്ടലിലെ വലിയ പാർട്ടി ഹാള് വാടക എടുത്തിട്ടാണ് ഈ തട്ടിപ്പ് നടത്തുന്നത്. ഈ വഴിയോരത്ത് വലിയ ടെന്റ് ഒക്കെ കെടുത്തി വ്യാപാരമേളകൾ നടത്തുന്നത് കണ്ടില്ലേ. ഏതെടുത്താലും 100 എന്ന് പറഞ്ഞിട്ട് സത്യത്തിൽ അതേ പരിപാടി തന്നെയാണ് ഇതും. പക്ഷെ ഇവരെന്താക്കി ലക്ഷറി ഹോട്ടലിൽ ഹോള് വാടക എടുത്ത് അവിടെയാണ് ഇവരുടെ കളി തുടങ്ങുന്നത്. ഇത്രയും വലിയ ഹോട്ടലിൽ ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ഹോള് വാടക എടുത്ത് കച്ചവടം നടത്തണമെന്നുണ്ടെങ്കിൽ ഇവർ വിൽക്കുന്നത് ബ്രാൻഡഡ് സാധനമാണെന്ന് ജനങ്ങൾ വിശ്വസിച്ചു, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ച് പരസ്യം ചെയ്ത് ഇവർ വിശ്വസിപ്പിച്ചു എന്ന് വേണം പറയാൻ. എന്നിട്ട് ഈ ഫുട്പാത്തിൽ 200 300 ഒക്കെ കിട്ടുന്ന സാധനങ്ങൾ 1500 2000 ഒക്കെ വിലയിട്ട് ബ്രാൻഡഡ് സാധനങ്ങളാണെന്ന് പറഞ്ഞ് വിൽക്കാൻ തുടങ്ങി. ആളുകൾ അങ്ങനെ ഒഴുകിയെത്താൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അല്ലെങ്കിലും എന്തെങ്കിലും ഓഫർ കണ്ടാണെങ്കിൽ നമ്മൾ വെറുതെ വിടില്ലല്ലോ. അതിലിപ്പോ ആരും കുറ്റം പറയാൻ പറ്റില്ല. എന്തായാലും സാധനങ്ങൾ വാങ്ങാൻ വന്ന കുറെ ആൾക്കാർക്ക് ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലായി. പ്രത്യേകിച്ച് ബ്രാൻഡഡ് ഐറ്റംസ് ഉപയോഗിച്ച് ശീലമുള്ളവർക്കൊക്കെ ഈ ചാത്തൻ സാധനം കാണുന്ന പറ്റും നല്ലോണം മനസ്സിലാവല്ലോ. പിന്നെ 45,000 രൂപ വരുന്ന ഗുച്ചിയുടെ ബെൽറ്റ് ഒക്കെ ഒറിജിനൽ ആണെന്നും പറഞ്ഞ് 1200 രൂപക്ക് വിൽക്കാൻ വെക്കുമ്പോൾ അത്യാവശ്യം ബ്രാൻഡിനെ കുറിച്ച് ഇവരുള്ള ഒരാൾക്ക് അത് പിടിയിട്ടല്ലോ. അങ്ങനെയുള്ള ആളുകളൊക്കെ തട്ടിപ്പിൽ പെടാതെ രക്ഷപ്പെട്ടു. പക്ഷെ മറുവശത്ത് ഈ ബ്രാൻഡിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലാത്ത ആൾക്കാരൊക്കെ ഇവരുടെ വലയിൽ വീണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒരു ദിവസം 10,000 ആളുകൾ വന്നതിൽ 1000 ആൾക്കാരെങ്കിലും സാധനം വാങ്ങിയാൽ മതിയല്ലോ. ഇവർക്ക് കൊള്ള ലാഭമായിരിക്കും. ഇങ്ങനെ കുറെ സാധാരണക്കാർ ഇവർ പറ്റിച്ച്. പക്ഷെ ഇത് അസൽ തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയ അർജുൻ എന്ന് പറഞ്ഞ ഒരു കോട്ടയംകാരൻ ആ വ്യാപാര മേളയിൽ വെച്ച് തന്നെ ഇതിനെതിരെ പ്രതികരിച്ചു. ഒരുപാട് ആളുകൾ അർജുനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ആ ഒരു ഇൻസിഡന്റിന്റെ വീഡിയോ അർജുൻ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും കണ്ടോക്കാം. ഇതുപോലുള്ള കുറെ യൂട്യൂബേഴ്സ് ഉണ്ട് നമ്മുടെ നാട്ടില്. ഇതുപോലുള്ള കുറെ ഇൻഫ്ലുവൻസേഴ്സ് 5000 രൂപ കൊടുത്തോടില്ല ഏതവരെ വീഡിയോ ചെയ്യും. ഡ്യൂപ്ലിക്കേറ്റ് സാധനം മാത്രം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കുറെ കള്ളന്മാര്. ഇതുപോലെ മലയാളി പറ്റുന്നത് ശരിയല്ല. അർജുനാണ്. ഞാൻ ഇന്ന് കോട്ടയത്ത് വിൻസർ കാസിൽ ഹോട്ടലിൽ വരെ വന്ന വേറൊന്നുമല്ല സംഭവം. ഇതാ കണ്ടില്ലേ, നമ്മുടെ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ഈ കോട്ടയത്തെ കുറച്ച് യൂട്യൂബേഴ്സും ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ ഭയങ്കരമായി പ്രൊമോട്ട് ചെയ്യുന്നൊരു സംഭവം. അതായത് ബ്രാൻഡഡ് ഐറ്റംസ് 80% വിലക്കുറവിൽ. ഏതെങ്കിലും കണ്ട് ഒറിജിനലായിട്ട് തോന്നി ഒരെണ്ണെങ്കിലും ഇവന്മാരുടെ വെച്ചേക്കുന്ന ബോർഡല്ലേ ഒറിജിനൽ. നീ എന്നെ വീഡിയോ ഉണ്ടേ വീഡിയോക്കകത്ത് പറഞ്ഞേക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ഇൻഫ്ലുവൻസേഴ്സ് പറഞ്ഞേക്കുന്നത് ഒറിജിനൽ സാധനത്തിന്റെ ഫാക്ടറി സർപ്ലസ് എന്ന് പറഞ്ഞേട്ടാ. ഇതിൽ ഏതെങ്കിലും ഒറിജിനലായിട്ട് തോന്നി കണ്ടിട്ട്? ഇതെല്ലാം ഒറിജിനലാണ്, കംപ്ലീറ്റ്ലി ഒറിജിനല്ലേ? ഒറിജിനല്ലേ സച്ചുവല്ല ബ്രോ. ഇവനൊന്ന് പറഞ്ഞോടി ഈ സാധനം എന്താന്നുള്ളത്. ഇവന് ഒറിജിനലാന്ന് പറഞ്ഞ് തർക്കിക്കാതെ ഗുച്ചിയുടെ സാധനം കണ്ടല്ലോ. ബ്രാൻഡുകളുടെ പേരടക്കം ഇത് ഫ്ലെക്സ് ബോർഡ് വെച്ചിട്ടാണ് ഈ തട്ടിപ്പെടുത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ വഴിയോരത്തൊക്കെയുള്ള ഏതെടുത്താലും 100 എന്ന തരത്തിലുള്ള വ്യാപാരമേള തന്നെയാണ് ഇത്. സാധനങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചു അവരിട്ടിരിക്കുകയാണല്ലേ. പക്ഷെ പരിപാടി നടക്കുന്ന ലക്ഷറി ഹോട്ടലിലാണ്. അതാണ് വ്യത്യാസം. അപ്പൊ കരുതിക്കൂട്ടി തന്നെ പറ്റിക്കാൻ ഇറങ്ങിയതാണെന്ന് അർത്ഥം. എന്തായാലും അർജുൻ ഇതിനെതിരെ പ്രതികരിച്ചതിന് പിന്നാലെ അയാൾക്ക് നേരിടേണ്ട ചില അനുഭവങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് ഒരു ഇന്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ തട്ടിപ്പിന് പിന്നിൽ അത്യാവശ്യം പിടിപാടുള്ള ചില ആളുകൾ തന്നെയാണ് എന്നുള്ളതാണ് അർജുൻ പറയുന്നത്. നമ്മൾ എന്തായാലും ആ ഇന്റർവ്യൂവിന്റെ ചില ഭാഗങ്ങളൊന്ന് കണ്ടോക്കാം. ഞാൻ നോക്കിയപ്പോ ഒരു ആ ആന്റിയുടെ വസ്ത്രധാരണമൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയ ഒരു സാധാരണക്കാരിയാണ്. ഈ പുള്ളിക്കാരത്തി വളരെ സന്തോഷത്തോടുകൂടി ക്രോക്സിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലെക്സ് ക്യൂക്ക് ഒക്കെ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, ആ ഒരു അവസ്ഥയിലിരിക്കുന്ന സാധനം ഇത് ഒറിജിനലാണ് തെറ്റിദ്ധരിച്ച് കൊച്ചുമകന് വേണ്ടി മേടിക്കുക. അപ്പൊ ഞാൻ ഈ ആന്റി ഇതിനെക്കുറിച്ചൊക്കെ എടുത്ത് നോക്കുന്നു, ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് വളരെ കൗതുകം തോന്നി. ഞാൻ ആന്റിയോട് ചോദിച്ചു, ആന്റി ഇത് ആർക്ക് വേണ്ടിയിട്ടാ? എന്നെ കൊച്ചുമോന് വേണ്ടിയിട്ടാ എന്ന് പറഞ്ഞു. അപ്പം അവന്റെ അപ്പനും അമ്മയൊന്നും ഇവിടെ ഇല്ല, അവൻ എൻ്റെ കൂടെ നിൽക്കുന്നത്. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു വിട്ടത്, അവൻ എങ്ങാണ്ട് യൂട്യൂബിൽ എങ്ങാണ്ട് വീഡിയോ കണ്ടപ്പോൾ എന്നെ പറഞ്ഞു വിട്ടത് വാങ്ങാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു. അപ്പൊ അവൻ ഇത് മതി എന്ന് പറഞ്ഞു. ഞാനൊന്നും മിണ്ടിയില്ല. ആന്റി ബില്ലടിക്കാൻ പോകുമ്പോഴും ഞാൻ ആന്റിയെ ശ്രദ്ധിച്ചപ്പോ പേഴ്സ് തുറന്നിട്ട് അതിനകത്ത് 100 200 ഒക്കെ പെറുക്കി എടുക്കുക. ഒത്തിരി പൈസയൊന്നും പുള്ളിക്കാരുടെ ഇല്ല. ആ പർട്ടിക്കുലർ ചെരുപ്പ് നമ്മുടെ ഇവിടെയുള്ള കൊച്ചു തുണിക്കടകളിലൊക്കെ കിട്ടുന്ന ചെരുപ്പാണ്. അതായത് യങ്സ്റ്റേഴ്സ് പിള്ളേരൊക്കെ ഇപ്പൊ തുടങ്ങിയേക്കുന്ന തുണിക്കടകളിൽ കിട്ടുന്നതാണ്. അവിടെ അതിനൊരു 800 രൂപ 900 രൂപ വില വരുന്ന ആ ചെരുപ്പ്, അതേ സെയിം സാധനം
ഒറിജിനൽ ആണെന്ന് പറഞ്ഞ് 1800 രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പൊ ഞാൻ ഈ ആന്റിയുടെ അടുത്ത് പറഞ്ഞു, ആന്റി അത് ഒറിജിനൽ അല്ല, അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അപ്പൊ ഈ ആന്റി പറഞ്ഞു, ഇല്ല മോനെ, അതിന്റെ വീഡിയോ ഒക്കെ അവൻ എന്നെ കാണിച്ചതാ. അപ്പം ഈ ഫുഡ് ബ്ലോഗ് ഒക്കെ ചെയ്യുന്ന ഇതുപോലുള്ള ആൾക്കാരിൽ ഇവരെ പോലുള്ള സാധാരണക്കാരുള്ള മനുഷ്യർ എത്രത്തോളം വിശ്വാസം അർപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അതാണ് ആ ഒരു വിശ്വാസത്തെയാണ് ഇവർ ഇവിടെ ചൂഷണം ചെയ്യുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതും, ഇൻഫ്ലുവൻസേഴ്സ് ആകുമ്പോൾ ഇവർക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ട്. ആയിരക്കണക്കിന് ആളുകളിലേക്കാണ് ഇവരോട് ഓരോ വീഡിയോസും ചെന്നെത്തുന്നത്. സോ ഇവിടെ അർജുൻ പറഞ്ഞ അമ്മച്ചിയെ പോലെ എത്രയോ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്മാർ ഇവരെ വിശ്വസിച്ച് ഇതുപോലുള്ള സാധനങ്ങൾ വാങ്ങാൻ ചെല്ലുകയും പറ്റിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. രണ്ട് തരത്തിൽ നമുക്ക് സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാം. പോസിറ്റീവായിട്ടും ചെയ്യാം, നെഗറ്റീവായിട്ടും ചെയ്യാം. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്തുകൊണ്ടും പോസിറ്റീവായിട്ട് തന്നെയാണ് സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത്. പക്ഷെ നിർഭാഗ്യവശാൽ നേരെ ഓപ്പോസിറ്റ് ആണ് നടക്കുന്നത് മാത്രം. ഈ അടുത്ത് ഇതേമാതിരി കോസ്മോസ് സ്പോർട്സ് ഷോപ്പിൽ വലിയ ഓഫറുകൾ കൊടുത്ത ആൾക്കാരെ പറ്റിച്ച സംഭവം എല്ലാവരും ഓർക്കുന്നുണ്ടാകും. അന്ന് നമ്മൾ അതിനെ കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു. അന്നും ഇതേപോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെ വീഡിയോസ് കണ്ടിട്ടാണ് ജനങ്ങൾ പറ്റിക്കപ്പെട്ടത്. സോ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഓഫറുകൾ ജെന്യുവിൻ ആണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഇൻഫ്ലുവൻസേഴ്സ് എന്തായാലും കാണിക്കണം. ബാക്കിയാണ് നോക്കാം. എല്ലാവരും പറ്റിക്കുന്നത്. പറ്റിക്കുന്നത് ഞാൻ അതുവരെ ധരിച്ചിരുന്നത് ഇത് ഹിന്ദിക്കാരുടെ എന്തോ തട്ടിപ്പ് പരിപാടിയാണ്. പക്ഷെ പിന്നീടാണ് എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയത്. ഞാനിങ്ങനെ ചോദിച്ചു തന്നു. ഞാനിങ്ങനെ ഓരോ ചോദ്യം ചോദിക്കുമ്പോൾ ഓരോരുത്തർ പറയും അപ്പുറം ചോദിക്കും. അപ്പൊ ഒരാളോട് ബില്ലടിക്കാൻ എനിക്ക് നാളെ അടുത്ത് ഞാൻ ചോദിച്ചാൽ പറഞ്ഞു, ഞാനല്ല, മാനേജർ ആണോ എന്ന് ചോദിച്ചു. യെസ്, ഞാൻ ആ മാനേജർ എന്ന് പറഞ്ഞു. ഇത് ഒറിജിനൽ ആണോ? അതെ ഒറിജിനൽ ആണെന്ന് അവൻ വളരെ തന്നെത്തോടെ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ ചിരി വന്നു, അവന്റെ പറച്ചിൽ കേട്ടപ്പോൾ. അത് കഴിഞ്ഞ് ഒന്നുകൂടെ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞാനല്ല മാനേജർ, അപ്പുറത്ത് ടീഷർട്ട് അടിക്കുന്ന ഒരാളുടെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞു. ആളുടെ അടുത്ത് ചെന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. മലയാളി, നമ്മുടെ നാട്ടുകാരൻ, തലശ്ശേരിക്കാരൻ എന്നാണ് അറിയാൻ സാധിച്ചത്. പുള്ളി തലശ്ശേരിക്കാരനാണ്. പുള്ളിയാണ് നടത്തുന്നത്. 2 പേര് കൂടിയാണ് നടത്തുന്നത്. ഇത് അത് പിന്നെ ഉറപ്പല്ലേ. മലയാളികളെ പറ്റിക്കാൻ ഏറ്റവും മുമ്പിൽ മറ്റൊരു മലയാളി തന്നെയാണ് ഇപ്പോൾ ഉണ്ടാവാറുള്ളത്. എത്ര തട്ടിപ്പുകളാണ് ഓരോ ദിവസവും കൂടെ നടക്കുന്നത്. ഈ ഒരു തട്ടിപ്പ് തന്നെ എടുത്ത് നോക്കി. ഇത് കോട്ടയത്ത് മാത്രം നടക്കുന്ന ഒറ്റപ്പെട്ട സംഭവം ഒന്നല്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതേ മാതൃകയിൽ തട്ടിപ്പ് നടക്കുന്നുണ്ട്. പക്ഷെ ആരും പ്രതികരിക്കാറില്ല എന്ന് മാത്രം. നമ്മളും ഇതേപോലെ ഓഫറുകൾ കണ്ട് സാധനം വാങ്ങാൻ ചെല്ലും. ഇവർ ഈ ബ്രാൻഡഡ് എന്ന് പറയുന്ന സാധനങ്ങൾ കയ്യിലെടുക്കുമ്പോൾ ചാത്തനാണെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. നമ്മൾ എന്താക്കും, ഇത് പറ്റിപ്പാണെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പോരും. അല്ലാതെ അതിനെതിരെ പ്രതികരിക്കാനോ ചോദ്യം ചെയ്യാനോ നമ്മൾ മെനക്കെടാറില്ല. നമ്മുടെ ഈ ആറ്റിറ്റ്യൂഡ് വളമാക്കിയാണ് ഇവർക്ക് വീണ്ടും ഈ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്താലും ആരും ചോദിക്കാൻ പോണില്ല എന്നൊരു ധൈര്യം ഇവർക്ക് കിട്ടിക്കഴിഞ്ഞു. അവിടെയാണ് അർജുനെ പോലുള്ള ആളുകൾ വ്യത്യസ്തരാകുന്നത്. തട്ടിപ്പ് കണ്ടപ്പോൾ പ്രതികരിക്കാൻ ഒരു മനസ്സ് അർജുൻ ഉണ്ടായത് കൊണ്ടാണ് ഇപ്പൊ ഈ സംഭവം പുറലോകം അറിഞ്ഞത്. അതുകൊണ്ട് കുറച്ച് പേർക്കെങ്കിലും അവരുടെ പൈസ കയ്യിൽ നിന്ന് നഷ്ടമാവാതെ കഴിച്ചലായിട്ടുണ്ടാകും. ബാക്കിയാണ് നോക്കാം. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ പാവപ്പെട്ടവരെ മാത്രം പറ്റിക്കുന്നത്. അതിന് ഞാൻ ചോദ്യം ചെയ്യുമ്പോൾ ഇവർ ചെയ്യുന്ന വെച്ചാൽ, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്ന ഒരു കച്ചവട സ്ഥാപനത്തിൽ ബൗൺസേഴ്സിനെ നിർത്തിയേക്കുന്നത്. 1-2 അല്ല, 5-8 പേര് ബൗൺസേഴ്സ്, ജിമ്മന്മാരെ ഇങ്ങനെ കറുത്ത ടീഷർട്ടൊക്കെ ഇടിപ്പിച്ച് നിർത്തിയേക്കുക. അപ്പൊ ഞാൻ വളരെ കോൺഫിഡന്റ് ആയിട്ട് ഇതിനെക്കുറിച്ച് ആൾക്കാരോട് ഒച്ചത്തിൽ സംസാരിക്കുന്നു, വീഡിയോ പകർത്തുന്നു. അപ്പോഴൊന്നും ഇവർ എൻ്റെ അടുത്തോട്ട് വരുന്നില്ല. ഇവർ മാറി നിൽക്കുക. പിന്നെ ഇവർക്ക് മനസ്സിലായി ഇവരുടെ കച്ചവടം മുടങ്ങും. അന്ന് മനസ്സിലായപ്പോ 2-3 ബൗൺസേഴ്സ് വന്ന് എന്നെ പൊക്കിയെടുക്കാൻ ശ്രമിക്കുക. അവരെന്നെ പിടിച്ച് വലിച്ച് പുറത്തിറക്കി. സെയിൽ ടാക്സ് ഡിപ്പാർട്ട്മെന്റ് വിളിച്ചു, GST വിളിച്ചു, ചിങ്ങവനം, അതായത് ആദ്യം വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ വിളിച്ചപ്പോൾ വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു, ചിങ്ങവന സ്റ്റേഷൻ വിളിക്കാൻ പറഞ്ഞു. ചിങ്ങവന സ്റ്റേഷൻ വിളിച്ചു. ചിങ്ങവന സ്റ്റേഷനിൽ സ്പെഷ്യൽ സ്ക്വാഡിന്റെ ആൾ എന്നെ വിളിക്കുമെന്ന് പറഞ്ഞു. എന്നെ വിളിച്ചു. ഞാൻ ഏകദേശം 2 മണിക്കൂറോളം വെയിറ്റ് ചെയ്യുന്നു. ഒറ്റ പോലീസുകാർ വരുന്നില്ല. അത് പിന്നീട് ഞാൻ തിരക്കെ പറയാൻ സാധിച്ചത്, ഈ ഒരു വളരെ പ്രബലനായിട്ടൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ബന്ധുവിന്റെയാണ് വിൻസർ കാസിൽ ഹോട്ടൽ. അപ്പൊ അങ്ങോട്ട് വരാൻ പോലീസുകാർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് പറഞ്ഞത്. അപ്പൊ പിന്നീട് ലാസ്റ്റ് ഇത് ഹോട്ടലിലെ പ്രശ്നമാകും എന്ന് വെച്ചാൽ ഹോട്ടലിൽ വിളിച്ച പോലീസ് വന്നു പറഞ്ഞാൽ ഞാൻ തിരിച്ചു പുറത്തിറങ്ങി. ഞാൻ തിരിച്ചു പോലീസുകാരെ എടുക്കുന്ന നടപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. അതൊക്കെ GSTയും സെയിൽ ടാക്സും ബന്ധപ്പെട്ട കാര്യമാണ്. തന്റെ പേര് ഞാൻ എന്റെ പേര് അർജുൻ പറയുന്നതാണ്. താൻ ഇവിടെ വന്നേ. ഞാൻ പറഞ്ഞു സാറേ ഇവിടെ മറ്റേ ഞാൻ തിരിച്ചു നടത്താൻ പറഞ്ഞത് കോട്ടയക്കാർ ഭാഷ പറഞ്ഞത് തേങ്ങ മേടിക്കാൻ വന്നല്ലേ സാറേ, സാധനം മേടിക്കാൻ വന്ന നാട്ടിൽ മൊത്തം പ്രചരിപ്പിച്ചിരുന്നെങ്കിലാണല്ലോ. അതുകൊണ്ട് അത് മേടിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഉടായ്പ പറഞ്ഞത്. ഇതേ ഭാഷ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇയാൾ ഞാൻ അതും വീഡിയോ എടുത്തു. എന്റെ കൂടുതലായിട്ട് സുഹൃത്ത് അനന്തരോട് ഞാൻ പറഞ്ഞു വീഡിയോ നടക്കും. അപ്പൊ ഇയാൾ എന്തെന്ന് വെച്ചാൽ ഈ വന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എന്തെന്ന് വെച്ചാൽ എന്റെ സുഹൃത്ത് വീഡിയോ എടുക്കുന്ന പേര് ദിവസം പറയാം. ആ പേര് ചെയ്യാൻ നോക്കുക. ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. പണവും പിടിപാടും ഉണ്ടെങ്കിൽ ആർക്കും എന്ത് തണ്ടിത്തരവും ചെയ്യാം. അവർക്ക് മാമാപ്പണി ചെയ്യാനായിട്ട് ഈ നാട്ടിലെ നിയമവും പത്രമാധ്യമങ്ങളൊക്കെ കൂടെ ഉണ്ടാവും. അനീതി കണ്ട് പ്രതികരിക്കാൻ ചെല്ലുന്നവരെ പിടിച്ച് പ്രതിയാക്കുന്ന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞില്ല, അർജുൻ വിട്ടുകൊടുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഈ തട്ടിപ്പ് നടത്തിയവരെന്താക്കി, അർജുനെ വിളിച്ച് വലിയ തുക ഓഫർ ചെയ്തു. വീഡിയോ ഡിലീറ്റ് ആക്കണം എന്നതായിരുന്നു അവരുടെ ആവശ്യം. അതിനെക്കുറിച്ച് അർജുൻ പറയുന്നൊന്ന് കേട്ടോക്കാം. ഈ പറയുന്ന പർട്ടിക്കുലർ വിൽക്കുന്ന ആൾക്കാരുടെ ഒരു ആള് എന്നെ വിളിച്ചു. ആളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാള്, എനിക്ക് വളരെ വേണ്ടപ്പെട്ട എൻ്റെ ഒരു ചേട്ടനെ പോലെ വരുന്ന ഒരാളെ വിളിച്ചിട്ട് എന്നെ കൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കി. ആളെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഇന്ന പോലെയാണ്, നിന്നെ വിളിക്കുമായിരിക്കും, അവരെന്താ ഉദ്ദേശിക്കുന്ന അറിയില്ല, അവർ വലിയ വലിയ ആൾക്കാരാണ് എന്ന് പറഞ്ഞു. അപ്പോ അത് കഴിഞ്ഞ് വിളിച്ച ആൾ എനിക്ക് വളരെ ഭീമമായൊരു തുക, എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ തുക എനിക്ക് ഓഫർ ചെയ്തു. എനിക്ക് ഓഫർ ചെയ്തിട്ട് പറഞ്ഞു, ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യുവാണെങ്കിൽ ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ വരും, നിന്റെ കാശാണ് നീ വെച്ചാൽ മതി, കണ്ടവനെ പറ്റിച്ചിട്ടുള്ള കാശില്ല, അതൊക്കെ നീ തിന്നോളാൻ പറഞ്ഞു. ഇത്രയും പറഞ്ഞ് ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അറിഞ്ഞത് നമ്മുടെ ഇതേ കേരളത്തിൽ തന്നെ വളരെ വളരെ വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു പൊളിറ്റീഷ്യന്റെ വളരെ അടുത്ത റിലേറ്റീവ് ആണ് ഈ വിൽക്കുന്ന ആൾക്കാരിൽ ഒരാൾ. ആളാണ് എന്നെ വിളിക്കുന്നത്. അവർ വഴിയാണ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കുന്നത്. അത് ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യമില്ലെന്ന് വിചാരിച്ചായിരിക്കും, അത് മാത്രം ശ്രമിച്ചില്ല. അപ്പൊ സെക്കൻഡ് ഹാൻഡ് തുണി അവിടെ വിൽക്കാനുണ്ടായിരുന്നു. യൂസ് ചെയ്ത തുണി ഒറിജിനൽ ആണെന്ന് പറഞ്ഞ് വിൽക്കുക. യൂസ് ചെയ്ത തുണി, അതിൽ അഴുക്ക് പറ്റിയ തുണി വരെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്.
അതായത് ഒരു അലൻസോളി എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു ബ്ലേസർ ആണ്. അതൊരു പീച്ച് കളറിലെ സാധനം അവിടെ ഇവിടെയൊക്കെ കറയൊക്കെ ഇട്ടിരിക്കുക. നമുക്ക് കാണുമ്പോഴേ യൂസ് ചെയ്തത്. അങ്ങനെ ഒരുപാട് ഡ്രസ്സുകൾ അവിടെ വിറ്റിരുന്നതിൽ ബഹുഭൂരിപക്ഷവും ഈ പറയുന്ന കരോളബാഗ് മാർക്കറ്റിൽ നിന്ന് 250 രൂപ 100 രൂപയ്ക്കൊക്കെ കിലോയ്ക്ക് മേടിക്കുന്ന സാധനം കൊണ്ടുവന്ന് വിറ്റതാണ്. അത് ഒറിജിനൽ ആണെന്ന് നമ്മുടെ നാട്ടിലെ കള്ളന്മാരായിട്ടുള്ള, അങ്ങനെ തന്നെ ഞാൻ പറയും, 5000 രൂപ കൊടുത്ത ആർക്ക് വേണ്ടിയും എന്ത് വൃത്തികേടിന് വേണ്ടിയും പ്രൊമോഷൻ ചെയ്യുന്ന കുറെ ഇൻഫ്ലുവൻസേഴ്സ്, അവരെ കൊണ്ട് പ്രൊമോട്ട് ചെയ്യിപ്പിച്ച് നമ്മളെ വിശ്വസിപ്പിച്ച് ഒരു ദിവസം നമ്മളെ മെനക്കെടുത്ത് നമ്മുടെ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരായിട്ടുള്ള ആൾക്കാരുടെ പൈസയും പിടിച്ചു പറ്റി. എന്നിട്ട് അതിന് നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ നമ്മളെ ഗുണ്ടകളെ വെച്ചിട്ട് ഭീഷണിപ്പെടുത്തി പുറത്തിറക്കാൻ നോക്കുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓഫറിന് പിറകെ പോകുന്ന ആൾക്കാരെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. കുറഞ്ഞവരൊക്കെ സാധനം കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ. പക്ഷെ ഓഫർ എന്ന് പറഞ്ഞ ഇതുപോലെ തട്ടിപ്പ് നടത്തുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയും നമ്മുടെ വിലപ്പെട്ട സമയവും ഇതേപോലെ തട്ടിപ്പ് നടത്തുന്ന ആൾക്കാരുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സിനൊന്നും കണ്ണടിച്ച് വിശ്വസിക്കാതിരിക്കുക. അവരവരുടെ കീശയിൽ വീഴുന്ന പൈസയുടെ കനം മാത്രമേ നോക്കത്തുള്ളൂ. അത്രയ്ക്ക് എനിക്ക് പറയാനുള്ളൂ. എന്താണ് നേരിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.